ദയവായിട്ട് വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്ന് വരുമാനമൊന്നും നമുക്ക് വേണ്ട. ഈ വേസ്റ്റൊക്കെ മാറി കിട്ടിയ അതിൽ ഊന്നിക്കൊണ്ടുള്ള പല പ്രോജക്റ്റുകളും പരാജയപ്പെട്ടു. അത് പലതും മലപ്പടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു. നമ്മൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ആദ്യ തലമുറ ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ട് പോയതാ. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് ചെയ്തെന്നറിയോ? കേന്ദ്രം കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവരത് കൂടെ കൂട്ടിക്കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പൈസ തരുന്ന ഗവൺമെന്റ് അല്ല, കടമായിട്ട് എടുക്കണം. നിങ്ങളാണ് കടം എടുക്കുന്നത്. കുസാറ്റ് പോലെയുള്ള കോളേജുകൾ, പല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇവിടങ്ങളിലൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. അത് പല കാര്യങ്ങളിൽ ഇതിനൊക്കെ പല വിദ്യാർത്ഥികളും പേറ്റൻറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വിപണിയിലെത്തിക്കാനോ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്ക് പോകുവാനോ ഒന്നും ഇവർക്ക് സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷവും ഇവർ വിദേശ പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടുപിടുത്തങ്ങൾ സംസ്ഥാന സർക്കാരിനൊരു പുതിയ വരുമാന മാർഗമാണ്. ഈ ഒരു മേഖലയിലേക്കും കൂടി UDF ലക്ഷ്യം വെക്കുമോ? ആ കണ്ടുപിടുത്തങ്ങൾ സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സായിട്ട് ചെറുതാക്കി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതൊരു തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് അവർക്ക് എന്തൊക്കെയാണോ തടസ്സം എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുകയും അത് ഞാൻ വേണ്ടത്ര ആ വിഷയത്തിൽ ആഘാതമായിട്ടുള്ള അറിവുള്ള ഒരാളല്ല. അപ്പോൾ അത് നിങ്ങൾ ഉന്നയിച്ചൊരു നല്ല സബ്ജക്റ്റാണത്. അപ്പോൾ ആളുകൾക്ക് ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക, പിന്നെ ഈ സ്റ്റാർട്ടപ്പുകൾ തന്നെ വിൽക്കാനുള്ളൊരു ചരക്കാണ്. അപ്പോൾ അതിനൊക്കെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വലിയ തടസ്സങ്ങളായി തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കുകയും കൂടുതൽ ഇത്തരത്തിൽ സ്കെയിലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്നു. എനിക്കത് കുസാറ്റിലൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ സംസ്ഥാനത്തിന് വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആ ഒരു ഫയലിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് സാമാന്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണെന്നുള്ള നിലയ്ക്ക് ദയവായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് വരുമാനമൊന്നും നമുക്ക് വേണ്ട. ഈ വേസ്റ്റൊക്കെ മാറി കിട്ടിയാൽ പിന്നെ വരുമാനം വേറെ വഴിക്ക് ഉണ്ടായിക്കോളും. തീർച്ചയായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റും വരുമാനവുമായിട്ട് കൂട്ടിക്കണക്കിയ മിക്ക സ്ഥലവും പരാജയപ്പെട്ടു. കാരണം വേസ്റ്റിൽ നിന്ന് വരുമാനം ഉണ്ടാവുമെന്ന് പറയും, ഇലക്ട്രിസിറ്റി ഉണ്ടാവുമെന്ന് പറയും. ആ ഇലക്ട്രിസിറ്റി വിറ്റിട്ട് അത് നടത്തും. വേസ്റ്റ് മാറിയിട്ട് അതിൻ്റെ ലാഭമായിട്ട് അവർ വരുമാനം ഉണ്ടാക്കിക്കോട്ടെ, വേസ്റ്റ് പോയാൽ മതി. അല്ലാതെ അതിൽ ഊന്നിക്കൊണ്ടുള്ള പല പ്രോജക്റ്റുകളും പരാജയപ്പെട്ടു. അത് പലതും മലപ്പടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടോക്സിക്കായ ഒരു സാധനമാണ്. ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന മെഷീനറി ഉണ്ടല്ലോ, അതിനെ തിന്നും, അതിനെ കേടുവരുത്തും. ആ മെഷീനറിയൊക്കെ 5 കൊല്ലത്തേക്ക് പറ്റുന്ന മെഷീനറി 2 കൊല്ലം കൂടി ചിലപ്പോൾ സ്റ്റക്കായി പോകും. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ദയവായിട്ട് ഈ വേസ്റ്റ് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ ടാറിൽ ഒരുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കാലത്താണത് ചെയ്തത്. അതാദ്യം ചെയ്തത് ഗാന്ധിപുരം എന്ന് പറയുന്ന റോഡുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത്. അവിടെയാണ് 2 കിലോമീറ്ററിൽ ആദ്യമായിട്ട് ഇത് ടെക്നിക്കലായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നീട് അത് 3% എന്നുള്ള 4-5% ഒക്കെ ആയി. പക്ഷെ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. ഇത് ഷ്രെഡ് ചെയ്ത് കിട്ടുന്നില്ല. ഈ പ്ലാസ്റ്റിക് ഷ്രെഡ് ചെയ്ത് വൃത്തിയായി കിട്ടണം. എന്നിട്ട് അത് കല്ല് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇടുകയാണ്, അല്ലാതെ ഇതിലേക്ക് ബിറ്റുമിനിലേക്ക് ഇടുകയല്ല. ടെക്നിക്കൽ കാര്യങ്ങളാണ്. പിന്നെ ഉള്ള ഈ വേസ്റ്റിൽ അത് പ്രത്യേക തരത്തിൽ ഇൻസിനറേറ്റ് ചെയ്യണം. ഇപ്പൊ നടക്കുന്ന എന്താണെന്നറിയോ? ഇൻസിനറേഷൻ വേസ്റ്റ് മാനേജ്മെന്റ് ചീത്ത പരിഹാരമാകുവാണ്. ഇപ്പം നമ്മുടെ ചെറുകിട വ്യവസായത്തിന്റെ ഒരു പ്രധാന ഭാഗം ഈ ചെറുകിട ഇൻസിനേറ്റർ ഉണ്ടാക്കല. അങ്ങനെയാണ് അതാത് വീട്ടിൽ വെച്ചത് കത്തിച്ച് കളയുന്നത്. നമ്മളെ ആശുപത്രികളിൽ വരെ അത് കത്തിക്കുന്നുണ്ട്. ഇല്ലേ? ഉറപ്പായിട്ടുണ്ട്. തെറ്റാണ്. അത് കേവലമായി ഓക്സിഡൈസ് ചെയ്യുക, കത്തിക്കാൻ ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഇൻസിനേറ്ററുകൾക്ക് ലോകത്ത് വലിയ സ്റ്റാൻഡിങ് ഇല്ല. കാരണം ഒരു പൊല്യൂഷനിൽ നിന്ന് വേറൊരു പൊല്യൂഷനിലേക്ക് പോവാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഞാൻ ടെക്നിക്കലായിട്ട് മറുപടി പറയുന്നത്. ഇതിനെ നൈട്രജൻ വാതകം കയറ്റി വിട്ടുകൊണ്ട് ഇതിന്റെ ചേംബറിലേക്ക് നൈട്രജൻ ഫില്ല് ചെയ്യും. നൈട്രജൻ ഫില്ല് ചെയ്യുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യില്ല, കത്തില്ല. നമ്മൾ നാടൻ ഭാഷയിൽ കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്യുക എന്നാണ് അർത്ഥം. പക്ഷേ പൊടിയും കരിയും. അപ്പൊ അതിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടോ നാമമാത്രം പൈസക്കോ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു വലിയ നഷ്ടക്കച്ചവടമായിട്ട് മാറും. ഇല്ല, നമുക്ക് സോഷ്യൽ പ്രോഫിറ്റ് അല്ലേ നോക്കണ്ടേ?
നിങ്ങൾ ഇതിനകത്ത് അപ്പോൾ എന്ത് സാധനം വേണമെങ്കിൽ ഇടാം. അതിനെ സിൻ ഗ്യാസ് എന്നാണ് പറയുക. അപ്പോൾ എല്ലാതരം ഗ്യാസുകളും കൂടി ഈ ഗ്യാസ് അതിനകത്തുണ്ടാവും. അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെള്ളത്തിൽ കൂടെ കയറ്റി വിട്ട് പലതരത്തിലുള്ള നമുക്ക് അത്തരം കാര്യങ്ങൾ പോകേണ്ട താല്പര്യമില്ല. അപ്പം അത്തരം ചെയ്യുന്നതാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെറിയ രാജ്യമായിട്ടുള്ള സിംഗപ്പൂർ ചെയ്യുന്നത്. അതിനാണ് പ്ലാസ്മൈസേഷൻ എന്ന് പറയുന്നത്. വരുമാന സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് വന്നത്. താങ്കൾ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഈ പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറ ഇപ്പൊ പഠിക്കുന്നു, അതിനുശേഷം ജോലിയൊന്നും കിട്ടാണ്ട് വിദേശത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു കണക്ക് പ്രകാരം ഏകദേശം 11,000 കോടിയോളം രൂപ കേരളത്തിലെ പല ബാങ്കുകളിൽ നിന്നായിട്ട് വിദ്യാർത്ഥികൾ ലോൺ എടുത്തിട്ടാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ 10% ഇപ്പൊ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് NP അക്കൗണ്ടുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെയൊക്കെ UDF എങ്ങനെയായിരിക്കും സമീപിക്കുക? നമ്മൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. കുട്ടികൾക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. പലതരത്തിലുണ്ട്. ഇപ്പൊ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദേശത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ തിരക്കേടില്ലാതെ പഠിച്ച ഒരാളാണ്. അതെ അതെ. വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാന്നല്ലാതെ പഠിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പൊ അപ്പോഴേക്കും അതിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ നമ്മൾ വിദേശ പഠനം എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പ്രാപ്തരായി എന്നാണ് ഞാൻ കാണുന്നത്. പണ്ടത് വരേണ്യർക്കായ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അല്ലേ? അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ, അതിസമ്പന്നരോ പ്രശസ്തരോ ആയവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് വളരെ റെയർ ആയിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഒരു സക്സസ് ആണത്. പക്ഷേ നമ്മൾ വിക്ടിം ഓഫ് ദ സക്സസ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിജയത്തിൻ്റെയും ഇരകളാണ്. വിജയത്തിനും അതിൻ്റെതായ ഇരകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അവിടുത്തെ ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരായി. ഓക്കെ. നമ്പർ 1. നമ്പർ 2, അവിടെ ഒരു ഡിമാൻഡുണ്ട്, ഇവിടെ സപ്ലൈ ഉണ്ട്. അവിടെ നേരത്തെ തന്നെ ഇവിടെ ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഉണ്ടായി. പോപ്പുലേഷൻ സ്റ്റാഗ്നൻ്റ് ആയി. പിന്നെ വളരെ മെനക്കെടുന്ന പല ജോലികളിൽ നിന്ന് അവർ പിന്മാറി. ഉദാഹരണത്തിന് മർച്ചന്റ് നേവിയിലൊന്നും സാഹിബ്മാർ പോണില്ല. ഇപ്പം നമ്മൾ തെങ്ങ് കയറുന്നതിന് മടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലായി. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അവിടെ പോപ്പുലേഷൻ ഡിപ്ലീഷനും ഇവിടെ മോഡറേറ്റ് പോപ്പുലേഷൻ ഇൻക്രീസും വരികയും ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പണ്ടത്തെക്കാളും മെച്ചപ്പെടുകയും പ്രത്യേകിച്ചും കഴിഞ്ഞ 25 കൊല്ലക്കാലത്ത് നമ്മൾ തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ, ആ ഓപ്പർച്യൂണിറ്റി ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും അവർക്ക് കൊടുത്ത ഒരു കോൺഫിഡൻസ്, എൻ്റെ മകൻ എഞ്ചിനീയറാണ്, അവൻ സപ്ലിമെൻ്റ് ഉണ്ടാവും കുറച്ച് കിട്ടാൻ, എങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. അപ്പം അത് കൊടുക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അവർക്ക്. അപ്പം അതനുസരിച്ച് അവർ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഹണ്ടിങ് നടക്കുകയാണ്. നത്തിങ് റോങ് ഇൻ ഇറ്റ്. അത് നമ്മുടെ സക്സസിന്റെ ലക്ഷണമായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഗതികേടിന്റെ ലക്ഷണമായിട്ടല്ല. തീർച്ചയായിട്ടും. അതേസമയം നമ്മൾ പണ്ട് ആസാമിലേക്ക് പോയിട്ടുണ്ട്, ഗതികേട് കൊണ്ട് പോയതാ. നമ്മൾ ആദ്യ തലമുറ ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ട് പോയതാ. അപ്പം അതുകൊണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നത് ഗതികേടല്ല, നല്ലതാണ് ഇൻ എസെൻസ്. പക്ഷെ അത് അമിതമായിട്ട് കണ്ടമാനം അവിടെ പോയിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മളെല്ലാം കുട്ടികൾ അവിടെ പിന്നെ എന്താ പറയുക വെയിറ്റർമാരായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ സാധാരണ കാര്യമാണ്. അവിടെ ഹോട്ടലിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ അല്ല ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള MBA എടുത്തെന്ന് ഒരാൾ ഒരിക്കൽ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ. എൻ്റെ ജോലി ഹോസ്പിറ്റൽ ക്ലീനിങ് ആണ്. അല്ല അവിടെ ജോലിക്കൊരു മാന്യതയുണ്ട്, ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇവിടെയും കുറേശ്ശൊക്കെ ആയി തുടങ്ങി. എന്തായാലും ജോലിയുടെ പേരിൽ കുറേശ്ശെ വരുന്നുണ്ട്, ബെറ്റർ ആവുന്നുണ്ട്. ഇപ്പൊ കാർഷിക മേഖലയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വർഷം ഒരു കാർഷിക ഉൽപ്പന്നത്തിന്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സവോളയുടെ വില എടുക്കുക, ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഒരു ഇതാണ്. ഇപ്പോൾ ഈ വർഷം സവോളയ്ക്ക് 30 രൂപയാണ് 1 കിലോയുടെ വിലയെങ്കിൽ അത് ഒരുപക്ഷെ നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് അത് 150 രൂപയിലേക്ക് വരെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമല്ല ഈ സവോള എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏത്തപ്പഴം ഉൾപ്പെടെയുള്ള ഏത്തക്കായ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വില സമാനമായ രീതിയിൽ തന്നെയാണ്. ഈ വർഷം അത് 40 രൂപയാണ് വിലയെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് അതിൻ്റെ വില ഒരുപക്ഷെ 100 രൂപ 120 രൂപയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. കർഷകർക്ക് ഇത് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ UDFിൻ്റെ ഒരു നിലപാട് എന്താണ്? UDFിൻ്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതൊക്കെ ഒരു ഇക്കണോമിക് ഇഷ്യൂസ് ആണല്ലോ അതൊക്കെ. ഇപ്പം അതിലിപ്പോൾ സ്റ്റോറേജ് അല്ല, താങ്കൾ പറഞ്ഞ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ മാത്രം സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങളില്ല. പെരിഷബിൾ ഗുഡ്സ് കുറവാണ്
നമ്മുടെ കയ്യിൽ. പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, പക്ഷെ പൈനാപ്പിൾ നമുക്ക് പ്രോസസ് ചെയ്യുന്നതാണ് നല്ലത് സ്റ്റോർ ചെയ്യുന്നേക്കാൾ. ഓക്കെ. പൈനാപ്പിൾ ആസ് എ ഫ്രൂട്ട് ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല. ഈ ഫ്രൂട്ട്സ് അങ്ങനെ സ്റ്റോക്ക് ചെയ്യില്ല. ഇപ്പൊ നന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നൊരു സാധനം ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന്റെ സ്റ്റോറേജുകൾ നിങ്ങൾ യു പിയിലൊക്കെ പോയാൽ, ബംഗാളിലൊക്കെ പോയാൽ, നമ്മൾ വലിയ കല്യാണ മണ്ഡപം പോലുള്ള ഒരു സാധാരണ ഹോളുകളാണ്. അതങ്ങോട്ട് എ സി മീൻസ് നമ്മുടെ എ സി അല്ല, ചെറിയൊരു ടെമ്പറേച്ചർ താഴ്ത്തലാണ്. 22, 23 നിർത്തിയാൽ മതി, അല്ല ഫ്രീസ് ചെയ്യൊന്നും വേണ്ട. അങ്ങനെയുള്ള സ്റ്റോറേജുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോറേജിനെക്കാളും പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വരേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജ് ആവാം. അപ്പൊ നമ്മുടെ റബ്ബർ ഷീറ്റ് സ്റ്റോർ ചെയ്യാൻ പിന്നെ അത്തരത്തിലുള്ള വെയർ ഹൗസുകൾ മതി. അതേപോലെ തന്നെ നെല്ല് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. നമ്മൾ അതാ സമയത്ത് എടുത്താൽ മതി, എടുത്തതിന് പൈസ കൊടുത്താൽ മതി. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ കുട്ടനാട്ടിലൊക്കെ നെല്ല് കെട്ടിക്കിടക്കുമായിരുന്നു. അത് എടുക്കാത്തോണ്ടാ 2 ആഴ്ചയോളം. അല്ല, നിങ്ങളത് കൊണ്ടുപോയിട്ട് വെയർ ഹൗസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഡബിൾ ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിംഗ് ചാർജ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. കുട്ടനാട്ടിൽ നിന്നൊക്കെ കൃത്യമായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ പൈസ കൊടുത്താലേ. എന്താ പറയുക, വിത്തിൻ ഫ്യൂ ഡേയ്സ് എടുത്ത് മാറ്റാവുന്ന നെല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ വിലക്കയറ്റം എന്ന് പറയുന്നത് വിലക്കയറ്റവും വിലക്കുറവും. വില പലപ്പോഴും കുറയുന്നത് ഗ്ലട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടമാനം പ്രൊഡക്ഷൻ കൂടും, അപ്പൊ വില കുറയും. ഇപ്പൊ തക്കാളിയാണ് അതിലത്തെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ. അതേസമയം പെട്ടെന്ന് ചില സ്ഥലത്ത് ഈ പ്രൊഡക്ഷൻ കുറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ. എന്താ കാരണം? ഫിലിപ്പീൻസിലുണ്ടായ വലിയൊരു തകർച്ചയാണ്. അപ്പൊ ഡിമാൻഡ് കൂടി. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വില കൂടി. പക്ഷെ വില കൂടിയെങ്കിലും കർഷകർക്ക് അതിന്റെ വില കിട്ടിയിട്ടില്ല. നാളികേര കർഷകർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒരു എപ്പോഴും നടക്കുന്ന ചില പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം കർഷകർക്ക് ഒരു കൃഷി നടത്തിക്കൊണ്ട് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകുന്ന വില കിട്ടുന്ന ഉറപ്പുവരുത്തുക. ന്യായവില. അതിലിപ്പോൾ നെല്ലാണ് നമ്മുടെ ഒരു മേജർ കൺസേൺ. ആ മേജർ കൺസേണിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് ചെയ്തെന്നറിയോ? കേന്ദ്രം കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവരത് കൂടെ കൂട്ടിക്കൊടുക്കുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടില്ല. പത്രങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇവിടെ 28 രൂപ കൊടുക്കുന്നു. കേന്ദ്രം ചെറിയ പൈസ 50 പൈസ കൂട്ടിയാൽ ഇവിടെ 50 പൈസ ഇവരുടെ കുറയ്ക്കുക. വാസ്തവത്തിൽ ഇന്നിപ്പോൾ നെല്ലിന് ഒരു 32 രൂപയൊക്കെ കിലോയ്ക്ക് കിട്ടുമെങ്കിൽ സാമാന്യമായ തരത്തിൽ കർഷകരത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അവർക്ക് കൃത്യമായ വില കൊടുക്കുക. ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു ഒരു വഴി മാറിയിട്ടുള്ള കാര്യം ഈ പാഡി റെസിപ്റ്റ് ഷീറ്റാണ്. PRS. നെല്ല് വിൽക്കുക ആർക്ക്? ഗവൺമെന്റിന്. എന്താ കൊടുക്കുന്നത്? PRS, ഒരു കടലാസ്. അത് ശ്രദ്ധിച്ചില്ല, അപ്പൊ പറന്നു പോകും. ഈ PRS എടുത്തിട്ട് അടുത്ത പണി എന്താണെന്നറിയോ? നിങ്ങളെ കടമെടുക്കണം ബാങ്കിൽ നിന്ന്. നിങ്ങൾക്ക് പൈസ തരുന്ന ഗവൺമെന്റ് അല്ല, കടമായിട്ട് എടുക്കണം. നിങ്ങളാണ് കടം എടുക്കുന്നത്. മാർക്സ് ഇത് കേട്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരു കർഷകൻ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, കമ്മോഡിറ്റി മണി എന്നാണ് പറയുക. ഇത് കമ്മോഡിറ്റി മണി ലോൺ അല്ലെങ്കിൽ കമ്മോഡിറ്റിയിൽ നിന്ന് നേരിട്ട് ലോണിലേക്കാണ് പോണേ. ലോൺ എടുത്ത് കമ്മോഡിറ്റി വാങ്ങല്ല, അതായത് കയ്യിലിരിക്കുന്ന സാധനം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന അവസ്ഥ. കറക്റ്റ്. അതിന്റെ ഫലമായിട്ട് സിബിൽ റേറ്റ് കുറയുക. ഗവൺമെന്റ് പണം നൽകാനായിട്ട് വൈകി കഴിഞ്ഞാൽ അവന്റെ സിബിൽ സ്കോറിനെ ബാധിക്കും അത്. അപ്പൊ ഇവന്റെയാണ് കടം. മനസ്സിലായി. ഇവൻ ചരക്ക് വിറ്റ് കടക്കാരനാവുന്ന ഏതെങ്കിലും ഒരാൾ ലോകത്തുണ്ടോ? ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിലല്ല. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. കൃഷിമന്ത്രി ഇപ്പൊ ഭാരതാംബ എന്നൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഫേമസ്. ഇതിന്റെ നെല്ലിന്റെ വില കൊടുക്കാൻ വേണ്ടി ആൾക്കാർ കിടന്ന് കരയാണ്. മകരത്തില് നെല്ല് കൊയ്താൽ ചിങ്ങത്തിൽ പോലും കിട്ടൂല. UDF ഒരുപാട് പണി ഉണ്ടപ്പോ ധനകാര്യ വകുപ്പില്. UDF പ്രധാന ചാലഞ്ച് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഇവർ താറുമാറാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തെ സെറ്റ് റൈറ്റ് ചെയ്യുക എന്നുള്ളത് UDF ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചാലഞ്ച്. അത് കറക്റ്റ് ചെയ്താലോ പിന്നെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകും, എല്ലായിടത്തും ശരിയാവും. അപ്പോഴും തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖല പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ല, എന്നാലും ബെറ്റർ ആവും. UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് എല്ലാ പ്രവർത്തകരും, ഒട്ടുമിക്ക പ്രവർത്തകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സഖാവ് CP ജോൺ നിയമസഭയിൽ എത്തണമെന്നും ഒരു മന്ത്രിയായി കാണണമെന്നും ഒക്കെ. അത് കോൺഗ്രസിനകത്തു നിന്നുള്ള സാധാരണ പ്രവർത്തകർ, ഒരുപാട് പ്രവർത്തകരുമായിട്ട് നമ്മൾ സംവദിക്കാറുണ്ട്. പക്ഷേ അങ്ങേ കാണുന്നത് CMPയുടെ നേതാവ് എന്നതിനൊക്കെ അപ്പുറത്ത് UDF വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു മുഖമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിതമായൊരു മണ്ഡലം അങ്ങേക്ക് തരാനായിട്ട് UDF തയ്യാറാവില്ലേ? തയ്യാറാവട്ടെ, എനിക്കെന്താ വിരോധം?
ഞാനതിലൊരു തടസ്സവും നിൽക്കില്ല. ഓക്കെ. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തേര് തെളിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ സഖാവ് CP ജോൺ ഉണ്ടാവും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അദ്ദേഹത്തെ നമുക്ക് നിയമസഭയിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കിട്ടുന്ന വകുപ്പ് ഏതായാലും ആ വകുപ്പ് ഗംഭീരമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിമുദ്ര ആ വകുപ്പിൽ സ്ഥാപിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും സമയം, അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി.